യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയം എപ്രകാരം ചെലവഴിക്കണം എന്നതിനെക്കുറിച്ചാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? ഇത്രയും സമയം ഇരുന്ന് ബോറടിക്കില്ലേ? എങ്ങനെയാണ് 1 മണിക്കൂർ ഈശോയുടെ അടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് 2 മണിക്കൂർ ഈശോയുടെ അടുത്തിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. ഈശോയുടെ അടുത്തിരുന്ന് കഴിഞ്ഞ നാളുകളിൽ ഈശോ ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര സമയം ഇരുന്നാലും നമുക്ക് മതിയാകുകയില്ല. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ ഇന്നേ ദിവസം വരെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. ദൈവം പ്രവർത്തിച്ച ഒത്തിരി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അല്പസമയം ഇരുന്ന് ഈശോയെ, കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയുന്ന ഈശോയെ, നന്ദി പറയുന്ന ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്രയോ കാര്യങ്ങൾ ഓർത്തെടുക്കാറുണ്ട്, എത്രയോ കാര്യങ്ങൾ നന്ദിയോടുകൂടെ നമുക്ക് സ്മരിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ, ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ മാരക പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ചെറുതും വലുതുമായ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, കഴിഞ്ഞ നാളുകളിലെ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവ കരുണയ്ക്ക് വേണ്ടി ഒത്തിരി സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ അനുദപിക്കുക. ഈശോയെ, പാപങ്ങളൊക്കെ ചെയ്തു, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, ധൂർത്തപുത്രനെ പോലെ അനുതാപത്തോടെ ഞാൻ തിരിച്ചു വരികയാണ് ഈശോയെ. അപ്പം അനുരഞ്ജനപ്പെടാനുള്ളവരൊക്കെ അനുരഞ്ജനപ്പെടുക. പാപകരമായ വ്യക്തികൾ, വഴികൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം ഉപേക്ഷിക്കുക. അങ്ങനൊരു നല്ലൊരു അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനുതാപത്തോടുകൂടെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാനായിട്ട് പരിശ്രമിക്കുക. ഈശോയുടെ അടുത്തിരുന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ എന്തോരം ആവശ്യങ്ങളുണ്ട് നമുക്കല്ലേ. ആത്മീയമായ ആവശ്യങ്ങളുണ്ട്, ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, വ്യക്തി ജീവിതത്തിലെ ആവശ്യങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, ജോലി സ്ഥലത്തെ ഒത്തിരി നിയോഗങ്ങളുണ്ട്, പഠന സ്ഥലത്തെ കുറേ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്, ശുശ്രൂഷ മേഖലയിൽ എത്രയോ പ്രാർത്ഥനകളൊക്കെയുണ്ട്. അതൊക്കെ സമർപ്പിച്ച് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്നേഹിതനോടെന്ന പോലെ ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവ പരിപാലനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് തീരാൻ ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം എടുത്ത് അല്പനേരം പ്രാർത്ഥിക്കുക. ഒരു വചനഭാഗം വായിച്ചിട്ട് അത് ധ്യാനിക്കുക. ജപമാല ചൊല്ലുക, കരുണയുടെ ജപമാല ചൊല്ലുക. അങ്ങനെ പ്രിയപ്പെട്ടവർ, ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുക, കുറേ സമയം ഇരുന്ന ബോറടിക്കില്ലേ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ആനന്ദമായിരിക്കും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് മാറും, അനുഭവമായിട്ട് മാറും. എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്നു മുതൽ കുറച്ചുകൂടി ആവേശത്തോടെ, തീക്ഷ്ണതയോടെ, സ്നേഹത്തോടെ ഈശോയെ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പ്രാർത്ഥിക്കാനുള്ള വരം നൽകി അനുഗ്രഹിക്കണമേ. കൂടുതൽ സമയം ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയോ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.